നമസ്കാരം. ഇന്ത്യൻ ബ്രാൻഡായിട്ടുള്ള സെബ്രോണിക്സ് പുറത്തിറക്കിയിട്ടുള്ള ഒരു അടിപൊളി സൗണ്ട് ബാർ ആണിത്. സെബ്രോണിക്സ് എന്ന് പറയുന്ന ബ്രാൻഡിനെ കുറിച്ച് ഒരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റുകൾ മാർക്കറ്റിൽ എത്തിക്കുന്ന ഒരു ബ്രാൻഡാണ്. ഇവരുടെ പ്രൊജക്ടറുകൾ, സൗണ്ട് ബാറുകൾ, ബ്ലൂടൂത്ത് സ്പീക്കറുകൾ, അങ്ങനെ ഒരുപാട് പ്രൊഡക്റ്റുകൾ സെബ്രോണിക്സിന്റെ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പൊ അക്കൂട്ടത്തിലുള്ള ഏറ്റവും നല്ല ഒരു സൗണ്ട് ബാർ ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. ഇതിൽ ഡ്യുവൽ വയർലെസ് സാറ്റലൈറ്റ് സ്പീക്കറും ഡ്യുവൽ വയർലെസ് സബ് വൂഫറും കിട്ടുന്ന സെബ്രോണിക്സിന്റെ സെബ്ജൂക്ക് 955 എന്ന് പറയുന്ന മോഡലാണിത്. കൂടുതൽ സംസാരിച്ച് സമയം കളയാതെ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്യാം. നല്ല അടിപൊളി ഒരു പാക്കിങ്ങിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് റിസീവ് ആയത്. ഈ ബോക്സിന് മുകളിൽ മറ്റൊരു ബോക്സ് കൂടെ വെച്ച് നല്ല സേഫ് ആയിട്ടുള്ള പാക്കിങ്ങിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് റിസീവ് ആയത്. ബോക്സിനുള്ളിൽ സൗണ്ട് ബാറും 2 സബ് വൂഫറും 2 സാറ്റലൈറ്റ് സ്പീക്കറും റിമോട്ടും അഡാപ്റ്ററും പിന്നെ കുറച്ച് അക്സസറീസുമാണ് ലഭിച്ചത്. ഇതാണ് സൗണ്ട് ബാർ. സൗണ്ട് ബാർ നല്ല ബോക്സി ഡിസൈനിലാണ് വന്നിട്ടുള്ളത്. ബ്ലാക്ക് കളറാണ്. അതേപോലെ ഫ്രണ്ട് സൈഡിൽ ബ്ലാക്ക് കളറുള്ള മെറ്റൽ മെഷും നൽകിയിട്ടുണ്ട്. മെഷിനുള്ളിലായിട്ട് സെൻട്രലായിട്ട് ഒരു ഡിജിറ്റൽ ഡിസ്പ്ലേ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ സൗണ്ട് ബാറിൽ മാത്രം 3 RMS ഡ്രൈവേഴ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് 3 സ്പീക്കേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നൽകിയിരിക്കുന്ന ഓരോ സ്പീക്കറും 75 വാട്ട്സിന്റെ ആണ്. ഇതിൽ സൗണ്ട് ബാറും സബ് വൂഫറും സാറ്റലൈറ്റ് സ്പീക്കറും എല്ലാം കൂടെ കൂട്ടി 625 വാട്ട്സിന്റെ ഔട്ട്പുട്ട് ആണ് ലഭിക്കുക. സൗണ്ട് ബാറിന്റെ ഒരു സൈഡിൽ സെബ്രോണിക്സിന്റെ ബ്രാൻഡിംഗ് കാണാൻ സാധിക്കും. അതേപോലെ മറു സൈഡിൽ ഡോൾബി ഓഡിയോ ബ്രാൻഡിംഗും നൽകിയിട്ടുണ്ട്. അതേപോലെ ഈ സൗണ്ട് ബാറിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് കൺട്രോൾ ബട്ടൺസ് നൽകിയിട്ടുള്ളത്. റൈറ്റ് സൈഡിൽ പ്രത്യേകിച്ച് ബട്ടൺസ് ഒന്നും നൽകിയിട്ടില്ല. ലെഫ്റ്റ് സൈഡിൽ മാത്രമേ ബട്ടൺസ് നൽകിയിട്ടുള്ളൂ. ഇനി ബാക്ക് സൈഡിലേക്ക് വരികയാണെങ്കിൽ ഒരു USB പോർട്ടും ഓഡിയോ ഇൻ പോർട്ടും അതായത് ഓക്സ് പോർട്ടും ഒപ്റ്റിക്കൽ പോർട്ടും HDMI ARC പോർട്ടുമാണ് നൽകിയിട്ടുള്ളത്. ഈ സൗണ്ട് ബാറിന്റെ ലുക്കും ഫീലും ക്വാളിറ്റിയും ഒക്കെ തന്നെ നമുക്ക് പ്രീമിയം ആയിട്ട് ഫീൽ ചെയ്യും. ഇതിനു മുമ്പ് ഞാൻ മറ്റൊരു ബ്രാൻഡിന്റെ സൗണ്ട് ബാർ ഉപയോഗിച്ചിരുന്നു. എനിക്ക് അതിനേക്കാളും കുറച്ചുകൂടി അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയത് ലുക്കിന്റെ കാര്യത്തിൽ ഈ ഒരു സൗണ്ട് ബാർ ആണ്. അടുത്തായിട്ട് നമുക്ക് ഇതേപോലെ 2 സാറ്റലൈറ്റ് സ്പീക്കറുകൾ ലഭിക്കുന്നുണ്ട്. ഓരോ സ്പീക്കറിന്റെ ഔട്ട്പുട്ട് 75 വാട്ട്സ് ആണ്. ഈ സാറ്റലൈറ്റ് സ്പീക്കറുകൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ഹോം തിയേറ്റർ സെറ്റപ്പിന്റെ ബാക്ക് സൈഡിൽ ലെഫ്റ്റ് റൈറ്റിലേക്കാണ് ഈ ഒരു 2 സാറ്റലൈറ്റ് സ്പീക്കറുകൾ നമ്മൾ ഉപയോഗിക്കുക. ഈ 2 സാറ്റലൈറ്റ് സ്പീക്കറുകൾ നമുക്ക് വയർലെസ് ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഈ സാറ്റലൈറ്റ് സ്പീക്കറിൽ റൈറ്റ് സൈഡിലുള്ളതിൽ മാത്രം നമ്മൾ പവർ കൊടുത്താൽ മതി. ലെഫ്റ്റ് സൈഡിലുള്ളതിൽ പവർ കൊടുക്കേണ്ട കാര്യമില്ല. റൈറ്റ് സൈഡിലേക്ക് ഒരു കണക്ഷൻ നമുക്ക് ഇതിൽ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അത് കൊടുത്തു കഴിയുമ്പോൾ ഇത് രണ്ടും പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. ഇങ്ങനെ വയർലെസ് ആയിട്ടുള്ള സാറ്റലൈറ്റ് സ്പീക്കർ ഉള്ളത് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് സൗണ്ട് ബാറിലേക്ക് വയർ വലിക്കേണ്ട കാര്യമില്ല. സാധാരണ നമ്മൾ ഇതേപോലെ സൗണ്ട് ബാർ ഒക്കെ വാങ്ങി കഴിയുമ്പോൾ കുറേ വയറുകൾ അതിലേക്ക് വലിച്ചു കൊണ്ടുപോകേണ്ടതായിട്ട് വരും. ഇതിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല. ഇത് വയർലെസ് ആയിട്ട് നമുക്ക് ആ സൗണ്ട് ബാറിലേക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. സാറ്റലൈറ്റ് സ്പീക്കറിന്റെ ഫിസിക്കൽ ഓവർവ്യൂ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിലായിട്ട് മെറ്റൽ മെഷ് നൽകിയിട്ടുണ്ട്. ബാക്ക് സൈഡിലായിട്ട് പവർ കണക്ട് ചെയ്യാനുള്ള ഒരു പോർട്ട് ഉണ്ട്. അതിനടുത്തായിട്ട് ഒരു USB പോർട്ടുമാണ് കാണാനായിട്ട് സാധിക്കുക. ഈ USB പോർട്ട് നമുക്ക് യൂസ് വരുന്നതല്ല. ഇത് സോഫ്റ്റ്വെയർ അപ്ഡേറ്റിന് വേണ്ടി മാത്രമായിരിക്കും ഈ ഒരു USB പോർട്ട് ഉപയോഗിക്കുക. ഇതിനടുത്ത് നൽകിയിരിക്കുന്ന ഈ ഒരു പോർട്ടിലേക്കായിരിക്കും നമ്മൾ അടുത്ത സാറ്റലൈറ്റ് സ്പീക്കറിൽ നിന്നുള്ള ലൈൻ കൊടുക്കുന്നത്. അതിനടുത്തായിട്ട് ഒരു LED ഇൻഡിക്കേറ്റർ ലൈറ്റ് കൂടെ നൽകിയിട്ടുണ്ട്. ഇനി ഈ സാറ്റലൈറ്റ് സ്പീക്കറിന്റെ അടിയിലായിട്ട് ഒരു ബട്ടൺ നൽകിയിട്ടുണ്ട്. ഇതിൽ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് സാറ്റലൈറ്റ് സ്പീക്കർ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ച് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഈ ഒരു സ്പീക്കർ റൈറ്റ് സൈഡിൽ വെക്കേണ്ട ഈ ഒരു സ്പീക്കറിൽ നമുക്ക് പവർ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ നമ്മുടെ റൂം സെറ്റപ്പിൽ റൈറ്റ് സൈഡിൽ പവർ കൊടുക്കാനുള്ള ഒരു സാഹചര്യമില്ല. ലെഫ്റ്റ് സൈഡിലാണ് പവർ കൊടുക്കാനുള്ള സൗകര്യം ഉള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ റൈറ്റ് സൈഡിന്റെ സ്പീക്കർ ലെഫ്റ്റ് സൈഡിൽ വെക്കാൻ സാധിക്കും. അതിനുശേഷം ഇത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ച് ചെയ്യാനായിട്ട് പറ്റും. റൈറ്റ് സൈഡിൽ വെക്കേണ്ട സ്പീക്കർ നമ്മൾ ലെഫ്റ്റിൽ വെച്ചതിന് ശേഷം ലെഫ്റ്റിൽ വെച്ചിരിക്കുന്ന സ്പീക്കറിലേക്ക് റൈറ്റ് സൈഡ് സ്പീക്കറിനെ നമുക്ക് സ്വിച്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ ഇതിൽ പറഞ്ഞിരിക്കുന്ന രീതിയിൽ തന്നെ നമ്മൾ സ്വിച്ച് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ആ ഒരു ഫുൾ അതിന്റെ ഒരു എഫക്റ്റിൽ നമുക്ക് ഓഡിയോ കേൾക്കാനായിട്ട് സാധിക്കും. സാറ്റലൈറ്റ് സ്പീക്കറിൽ നമ്മൾ മാനുവലി പെയർ ചെയ്യേണ്ട കാര്യമില്ല. മാനുവൽ പെയറിങ്ങിനുള്ള ബട്ടണും ഇതിൽ നൽകിയിട്ടില്ല. ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ പെയർ ആയിക്കോളും. ഈ കാണുന്ന 2 സബ് വൂഫർ സെറ്റപ്പ് ആണ് ഇതിലുള്ളത്. രണ്ടും വയർലെസ് ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓരോന്നും 125 വാട്ട്സ് ഔട്ട്പുട്ട് ആണ് നൽകുന്നത്. ഇതിന്റെ ഫ്രണ്ട് സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്ലെയിൻ ആണ്. പ്രത്യേകിച്ച് ഫംഗ്ഷനുകളോ ഫീച്ചേഴ്സോ ഒന്നും തന്നെ നൽകിയിട്ടില്ല. മുകളിലായിട്ട് സെബ്രോണിക്സിന്റെ ബ്രാൻഡിംഗ് നൽകിയിട്ടുണ്ട്. 2 സബ് വൂഫറുകളും ഒരേ സൈസും ഒരേ ലുക്കുമാണ്. ഇരട്ടകളാണെന്ന് തോന്നും. അതുപോലെയാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. 2 സബ് വൂഫറുകളും നല്ല ക്വാളിറ്റി ഉള്ളതാണ്. രണ്ടിനും ഏകദേശം ഒരേ വെയിറ്റ് ആണ്. നല്ല ബിൽഡ് ക്വാളിറ്റിയും ഇതിൽ ലഭിക്കുന്നുണ്ട്. ബാക്ക് സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്ക് സൈഡും രണ്ടിന്റെയും ഒരുപോലാണ്. രണ്ടിന്റെയും ബാക്ക് സൈഡിൽ നമുക്ക് ഇതേപോലെ ഒരു എയർ വെന്റ് കാണാനായിട്ട് സാധിക്കും. സാറ്റലൈറ്റ് സ്പീക്കറിൽ കണ്ട അതേ സിസ്റ്റം തന്നെയാണ് ഇതിലും ഉള്ളത്. ഇതും വയർലെസ് ആണ്. ഒരെണ്ണത്തിൽ നമ്മൾ പവർ കൊടുക്കണം. അതിനുശേഷം ഒരു സബ് വൂഫറിൽ നിന്നും അടുത്തതിലേക്ക് ഒരു കണക്ഷനും കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ വയർലെസ് ആയിട്ട് ഇത് വർക്ക് ആവും. ഇതിന്റെ ബാക്ക് സൈഡിൽ ഒരു USB പോർട്ട് നൽകിയിട്ടുണ്ട്. അതിനടുത്തായിട്ട് ഒരു പെയർ ബട്ടണും കാണാനായിട്ട് സാധിക്കും. അതിനടുത്ത് സബ് ഔട്ട് എന്ന് പറയുന്ന ഒരു പോർട്ട് ഉണ്ട്. അതായത് ഇതിൽ നിന്നാണ് നമ്മൾ അടുത്ത സബ് വൂഫറിലേക്കുള്ള കണക്ഷൻ എടുക്കുന്നത്. ഇതിന്റെ പുറകിൽ ഒരു USB പോർട്ട് നൽകിയിട്ടുണ്ട്. അത് നമുക്ക് ഒരു രീതിയിലും യൂസ് ആകത്തില്ല. കാരണം ഇത് ഓൺലി ഫോർ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിന് വേണ്ടി മാത്രമാണ് യൂസ് ചെയ്യുക. സബ് വൂഫറിന്റെയും സൗണ്ട് ബാറിന്റെയും ഒക്കെ ബാക്ക് സൈഡിലായിട്ട് LED ഇൻഡിക്കേറ്റർ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ബ്ലൂ കളറിൽ ബ്ലിങ്ക് ചെയ്യുകയും പിന്നീട് മൊത്തത്തിൽ ഇത് ഇന്റർകണക്ട് ആയി കഴിയുന്നുണ്ടെങ്കിൽ അത് ബ്ലൂ കളറിൽ തന്നെ സ്റ്റേബിൾ ആയിട്ട് നിൽക്കുകയും ചെയ്യും. അതിനോടൊപ്പം തന്നെ നമ്മൾ പവറിൽ കണക്ട് ചെയ്ത് കഴിയുമ്പോൾ വൈറ്റ് കളറിലുള്ള ഒരു ഇൻഡിക്കേറ്റർ ലൈറ്റ് കൂടെ നമുക്ക് ഈ സബ് വൂഫറിന്റെ അതേപോലെ തന്നെ സാറ്റലൈറ്റ് സ്പീക്കറിന്റെ ഒക്കെ ബാക്ക് സൈഡിൽ കാണാനായിട്ട് സാധിക്കുന്നതാണ്.
സാധിക്കുന്നതാണ്. ഇതെല്ലാം വയർലെസ് ആയിട്ട് കണക്ട് ആവുന്നതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് നമുക്കിത് സെറ്റപ്പ് ചെയ്തെടുക്കാനും സാധിക്കുന്നതാണ്. ഇതിന്റെ കൂടെ ചെറിയൊരു യൂസർ മാനുവൽ ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ തന്നെ ഇതെങ്ങനെയാണ് സെറ്റപ്പ് ആകുന്നത് എന്നുള്ള കാര്യം കറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പ്രൊഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് പറയാനായിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിന്റെ സൗണ്ട് ക്വാളിറ്റി എങ്ങനെ ഉണ്ടെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിനുശേഷം ഇതിന്റെ ബിൽഡ് ക്വാളിറ്റിയെ കുറിച്ചും ഇതിന്റെ പ്രൈസ് എത്രയാണെന്നുള്ള കാര്യവും പറഞ്ഞുതരാം. അപ്പോൾ ഈ ഒരു സൗണ്ട് ക്വാളിറ്റിയാണ് നമുക്ക് ഈ ഒരു സൗണ്ട് ബാറിൽ നിന്ന് കിട്ടുന്നത്. നല്ല ഡീപ്പായിട്ടുള്ള ബേസ് ഒക്കെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ ഇത് അതിന് പറ്റിയൊരു സൗണ്ട് ബാറാണ്. ട്രബിളും കാര്യങ്ങളും എല്ലാം അതേപോലെ തന്നെ ഒരേ രീതിയിൽ ബാലൻസ് ചെയ്ത് തന്നെ നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. ഞാൻ ഇതിൽ 1-2 മൂവീസ് ഒക്കെ വാച്ച് ചെയ്തായിരുന്നു. എനിക്ക് ഞാൻ ഭയങ്കര ഇംപ്രസ്ഡ് ആണ് ഈ ഒരു പ്രൊഡക്റ്റിൽ. അപ്പോൾ ഇങ്ങനെ ഒരു സൗണ്ട് ബാർ നിങ്ങൾ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഇതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആമസോണിൽ നിന്ന് ഇത് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. ഫ്ലിപ്കാർട്ടിലും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നിങ്ങൾക്ക് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അവിടെ നിങ്ങൾ പർച്ചേസ് ചെയ്യുക. ഇതിന്റെ പ്രൈസ് എത്രയാണെന്നുള്ള കാര്യം ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കിക്കൊള്ളുക. ഓരോ പ്രൊഡക്റ്റിന്റെയും പ്രൈസിൽ വേരിയേഷൻ വരും ഓരോ ടൈമിൽ. അപ്പോൾ നിങ്ങൾ ലിങ്ക് ഫോളോ ചെയ്ത് തന്നെ ആ പ്രൈസ് ചെക്ക് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇനി ഈ പ്രൊഡക്റ്റുകളുടെ ബിൽഡ് ക്വാളിറ്റിയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല പ്രീമിയം ക്വാളിറ്റി, അതായത് നമ്മൾ എത്ര രൂപയാണോ ഇതിന് കൊടുക്കുന്നത് ആ കൊടുക്കുന്ന പൈസയുടെ ഒരു മുതൽ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. കാരണം ഞാൻ മറ്റു ബ്രാൻഡുകളുടെ ഒരുപാട് സബ് വൂഫറുകളും ബ്ലൂടൂത്ത് സ്പീക്കറുകളും പോർട്ടബിൾ സ്പീക്കറും പാർട്ടി സ്പീക്കറും ഇതൊക്കെ ഞാൻ അൺബോക്സ് ചെയ്യുകയും ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഇത് സാമാന്യം നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് ഉള്ള ഒരു വാല്യൂ പ്രൊവൈഡ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണ്. പിന്നെ ഇവിടെ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഇതിൽ ഡോൾബി അറ്റ്മോസ് അല്ല, ഡോൾബി ഓഡിയോ ആണ് നൽകിയിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ അതിൽ ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടാകരുത്. ഡോൾബി ഓഡിയോ ആണ് ഇതിൽ നമുക്ക് ലഭിക്കുക. അപ്പോൾ ആ ഒരു കാര്യത്തിൽ മാത്രമേ ചെറിയൊരു കുറവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. പിന്നെ നല്ല ബേസും കാര്യങ്ങളും ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു സൗണ്ട് ബാർ സെറ്റപ്പ് നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് പറ്റിയൊരു പ്രൊഡക്റ്റ് ആണിത്. എന്തായാലും ബൈ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട എന്ത് സംശയങ്ങളുണ്ടെങ്കിലും വീഡിയോയുടെ താഴെ അത് കമന്റുകളായിട്ട് അറിയിക്കുക. തീർച്ചയായിട്ടും ഞാൻ റിപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതാണ്. കാരണം ഒരുപാട് കമന്റുകൾ വരുന്നത് കൊണ്ട് പലപ്പോഴും എനിക്ക് എല്ലാവർക്കും കറക്റ്റ് റിപ്ലൈ തരാനായിട്ട് സാധിക്കാറില്ല. എന്നാലും ഞാൻ മാക്സിമം എന്റെ വീഡിയോകളിൽ കമന്റ് ചെയ്യുന്ന എല്ലാവർക്കും റിപ്ലൈ തരാനായിട്ട് ശ്രമിക്കുന്ന ഒരാളാണ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി. ഇതേപോലെയുള്ള കൂടുതൽ പ്രൊഡക്റ്റുകളുടെ അൺബോക്സിംഗ് റിവ്യൂ ഒക്കെ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. പിന്നെ ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾക്ക് അതിന്റെ നോട്ടിഫിക്കേഷനും കിട്ടുന്നതാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു. ഇതിൽ നല്ലൊരു അൺബോക്സിംഗ് റിവ്യൂ ഒക്കെ ആയി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഒരു കാര്യം പറയാൻ മറന്നുപോയായിരുന്നു, മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ഇട്ട് ചെയ്തേക്കുക.